വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 25 ഫെബ്രുവരി വെനസ്ഡേ ആണ്. ഫോറക്സ് മാർക്കറ്റിൽ XYUSDയുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് ഏകദേശം മോർണിംഗ് ഒരു 11 o'clock വരെയുള്ള ഒരു മൂവ്മെന്റിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിലും സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് മാത്രമായിരിക്കണം. ഈ ഒരു വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ഇന്നത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈ ആണ് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡും വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഓപ്പണിംഗിന് ശേഷം ഏകദേശം ഒരു 62 പോയിന്റോളം തന്നെ പ്ലസ് ആണ് മാർക്കറ്റിന് ബൈ സൈഡിലേക്ക് പ്ലസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് ബൈ തന്നെയാണ് ഡയറക്ഷൻ. വലിയ വലിയ റിജക്ഷൻസ് ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും ചെറിയ ചെറിയ റെസിസ്റ്റൻസ് ഏരിയകളിലൊക്കെ മാർക്കറ്റിന് അതിൻ്റെതായ പ്രൈസ് മൂവ്മെന്റുകളും കാര്യങ്ങളും ഉണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത് 5120 വരെയാണ് മാർക്കറ്റിന്റെ ഒരു ലോവസ്റ്റ് പ്രൈസ് ജസ്റ്റ് ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റ് 5152 വരെ പോയിട്ട് വീണ്ടും 5136 37 റേഞ്ചിലേക്ക് ഒന്ന് ഡൗൺ ആയതിനു ശേഷമാണ് മാർക്കറ്റ് 5190 വരെ പോയിട്ടുള്ളത്. 5190 89 എന്ന് പറയുന്ന പോയിന്റ് അല്പം ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീണ്ടും 5174 വരെ ഒരു റിജക്ഷൻ വന്നിരുന്നു. വീണ്ടും അവിടെ നിന്ന് 5193 94 റേഞ്ചിലേക്ക് പോയി. ആ ഒരു ഏരിയ എന്ന് പറയുന്നതും ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ 5193 നിന്ന് 5166 വരെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ വരെയും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വീണ്ടും ബൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴത്തെ ഒരു ടൈം ഫ്രെയിമിൽ ഏറ്റവും ഒരു ലോവസ്റ്റ്, അതായത് ഓപ്പണിംഗിന്റെ ഒരു ലോ അല്ല, അല്ലാതെയുള്ള ആ ഒരു ടൈം സോണിനുള്ള ഒരു ലോവർ പ്രൈസ് എന്ന് പറയുന്നത് 5165 66 റേഞ്ചാണ്. അപ്പൊ ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ മാത്രമേ 5150 48 ലെവലിലേക്കൊക്കെ മാർക്കറ്റിന് പോകാനുള്ള സാധ്യതയുള്ളൂ. ഓൾമോസ്റ്റ് ഓവറോൾ എല്ലാ ടൈം ഫ്രെയിമുകളും ഹയർ ടൈം ഫ്രെയിമുകളും എല്ലാം തന്നെ ബൈ ട്രെൻഡിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേ ടൈം ബൈയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളാണുള്ളത്. ഈ നിലവിൽ വന്നിരിക്കുന്ന 5199 റേഞ്ചിലാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. 5199 5202 എന്നൊക്കെ പറയുന്ന പോയിന്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു റിജക്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വലിയൊരു റിജക്ഷനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 5166 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പ്രൈസ് നിന്ന് കഴിഞ്ഞാൽ 5150 48 റേഞ്ചുകളിലേക്ക് പോകും. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. 5148 മുതൽ 5158 വരെ ഉള്ള പോയിന്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുപാട് ബൈ ഓർഡേഴ്സ് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അവിടെയൊക്കെ നമുക്ക് ബൈ പ്ലേസ് ചെയ്താൽ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് ഡേ ടൈമിൽ സെൽ എടുക്കുന്നത് വളരെയധികം റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെല്ല് നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റും, കാരണം എല്ലാ റെസിസ്റ്റൻസിനെയും അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ലോങ് റൺ ചെയ്യാനായിട്ട് സെല്ല് ഡേ ടൈമിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡൗണിലേക്ക് വരികയാണ് എങ്കിൽ 5168 അതുപോലെ തന്നെ 5172 78 പോയിന്റുകളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അതുപോലെ തന്നെ 5182 85 റേഞ്ചുകളും സപ്പോർട്ട് ഏരിയകളാണ്. 5188 റേഞ്ച് ഒക്കെ വളരെ വേഗത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഏരിയകളാണ്. അതുപോലെ തന്നെ 5168 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അവിടെയൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബൈ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് 5199 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 5212 219 5228 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് പോകും. അതൊക്കെ റെസിസ്റ്റൻസ് ഏരിയകളാണ്. 5248 വരെയാണ് ഈ വീക്ക് മാർക്കറ്റ് ഹൈയിലേക്ക് പോയിട്ടുള്ളത്. 5248 50 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു കുറച്ചൊരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 5248 50 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ 5268 78 റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് പോകും. വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവുകയാണ്. പക്ഷെ അതിനുള്ളിൽ തന്നെ 5110
12 നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അതുപോലെ തന്നെ 5221, 19 റേഞ്ചുകൾ, 228 ഈ പോയിന്റ് ഒക്കെ റെസിസ്റ്റൻസ് ഏരിയയാണ്. ഇതിനെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോയാൽ മാത്രമേ 5268, 78, 80 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റിന് മൂവ്മെന്റ് ഉണ്ടാവുക. ഇന്ന് ഓൾമോസ്റ്റ് ബൈ സൈഡ് ആണ്. അതായത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബൈ പ്ലേസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതായിട്ടുള്ളത്. ഈവനിങ് ടൈം ന്യൂസ് ടൈമാണ്, ന്യൂ ഇയർ സെഷനാണ്. ചിലപ്പം മാറ്റങ്ങൾ സംഭവിച്ചേക്കാം, വലിയ റിജക്ഷൻസിനൊക്കെ സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും ബൈ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഇന്ന് നമുക്ക് കൂടുതൽ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് രാവിലെ ഒരു 6:30 വലിയൊരു ഹ്യൂജ് ബൈ, ഭയങ്കര ഒരു ഫ്ലൈയിങ് ആയിരുന്നു. നമുക്ക് എൻട്രി ഒക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ ചാനലിൽ നമ്മൾ ബൈ സിഗ്നൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അനാലിസിസ് ചാനലിലാണ് നമ്മൾ XISDയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അതിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ XISDയുടെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിലും ജോയിൻ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്